കഴിഞ്ഞ HSA പരീക്ഷയിൽ ഏറ്റവും പാടുള്ളൊരു ചോദ്യമായിരുന്നു ഈ ആറാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ കുട്ടികൾ വിഷമത്തോടെ ഓർക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ചോദ്യത്തിലേക്ക് നമുക്ക് നടക്കാം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഇന്നു മുതൽ HSAയുടെ PYQ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. PYQ ഡിസ്കഷൻ സെഷനാണ്. 2022 നടന്ന കേരള PSC HSA സോഷ്യൽ സയൻസ് പരീക്ഷയായിരുന്നു കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ കണ്ട ഏറ്റവും കഠിനമായ പരീക്ഷ. ആ പരീക്ഷയിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിച്ചതെന്നും അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നും നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ന്യൂസ് പേപ്പർ ഈസ് ആർ അസോസിയേറ്റഡ് വിത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള? കേരള നവോത്ഥാന ചരിത്രത്തിൽ ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രബലമായ ശക്തമായ ഒരു പേരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ ഏതെല്ലാം, അദ്ദേഹവുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള പത്രങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. നമുക്കറിയാം, കേരള ദർപ്പൺ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിൻ്റെ പത്രാധിപരായിരുന്നു, മലയാളിയുടെയും പത്രാധിപരായിരുന്നു. അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു മാസികയായിരുന്നു കേരളൻ എന്ന് പറയുന്നത്. എന്നാൽ 1929 ആരംഭിക്കുകയും 31 മുതൽ പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്ത ഒരു പത്രമാണ് മലയാള രാജ്യം എന്ന് പറയുന്നത്. ഇത് കൊയിലോൺ ആസ്ഥാനമായിട്ടാണ്, ഇന്നത്തെ കൊല്ലം ആസ്ഥാനമായിട്ട് KG ശങ്കറാണ് ഈ പത്രം ആരംഭിക്കുന്നത്. അപ്പോൾ KG ശങ്കർ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള മുഖ്യ ധർമ്മമായിരുന്നു ഈ മലയാള രാജ്യം എന്ന് പറയുന്ന ഒരു പത്രം ചെയ്തുകൊണ്ടിരുന്നത്. റോയിട്ടേഴ്സിനെ പോലെയും അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യയുടെയും ചിത്രങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെട്ട ഒരു മലയാള പത്രം കൂടിയാണ് മലയാള രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ മലയാള രാജ്യം എന്ന പത്രം ആരുമായി ബന്ധപ്പെട്ടതല്ല, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ടതല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് കേരള ദർപ്പൺ, മലയാളി ആൻഡ് കേരളം. ഇനി നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്കൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ന്യൂസ് പേപ്പർ ഈസ് ഓർ ആർ അസോസിയേറ്റഡ് വിത്ത് സ്വദേശാഭിമാനി എന്ന് പറയുമ്പോൾ ഉത്തരം 1, 2, 4. 1 കേരള ദർപ്പൺ, 2 മലയാളി, 4 കേരളൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്കൊന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോവിങ് പേഴ്സ്, അതായത് which of the following agitations are properly matched with the place in which it was launched? അതായത് ഈ പറയുന്ന കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള 4 സംഭവങ്ങളാണ്. ഈ സംഭവങ്ങൾ ആരംഭിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ട് പൊരുത്തമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാമോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് വില്ലുവണ്ടി അജിറ്റേഷൻ ആണ്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരുന്നു വില്ലുവണ്ടി സമരം എന്നുള്ള കാര്യം കൃത്യമായും നമുക്കറിയാം. ആരായിരുന്നു? അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. രണ്ടാമത്തേത് മിശ്രഭോജനം ചേറായിൽ വെച്ചാണ് നടന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം. അച്ചിപ്പുടവ സമരം പന്തളത്താണോ കായംകുളത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചിപ്പുടവ സമരം നടന്നത് അത് കായംകുളത്താണ്. മുക്കുത്തി സമരം നടന്നത് അത് പന്തളമാണ്. സ്വാഭാവികമായും 1ഉം 2ഉം അത് കറക്റ്റായിട്ട് പെയറാകുന്നതാണ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഉത്തരം. എങ്കിലും നമുക്കൊന്ന് നോക്കാം. യെസ്, ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 and 2 ഒള്ളിയാണ്. അപ്പൊ ഇവിടെ നോക്കുക, അച്ചിപ്പുടവ സമരം അത് കായംകുളത്തും മുക്കൂത്തി സമരം അത് പന്തളത്തുമാണ് നടന്നത്. മീൻസ് ആരംഭിച്ചത് സ്വാഭാവികമായും 1ഉം 2ഉം മാത്രമാണ്. ശരി, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാഗ്ഫടാനന്ദ ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? വാഗ്ഫടാനന്ദയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹിസ് റിയൽ നെയിം വാസ് വയലേരി കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. സിമ്പിൾ ആയിട്ട് നമുക്കറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇനി രണ്ടാമത്തെ നോക്കാം. ഹി ഫൗണ്ടഡ് ദ ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. ആത്മവിദ്യാസംഘമാണ് ഇദ്ദേഹം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാണ് വാഗ്ഫടാനന്ദൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് നോക്കാം. ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഡിസൈപ്പിൾ ആയിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ എന്നുള്ളത് കൃത്യമായി നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, അതിനകത്തൊരു മാറ്റവുമില്ല. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഹി സ്റ്റാർട്ടഡ് എ ജേണൽ കാൾഡ് അഭിനവ കേരളം. അഭിനവ കേരളം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തും ഒരു സംശയമില്ല, നമുക്ക് അറിയാവുന്ന ഫാക്ട് തന്നെയാണ്. അഭിനവ കേരളം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ തന്നെയാണ്. അപ്പോൾ 1, 3, 4 ശരി തന്നെയാണ്. പക്ഷേ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാഗ്ഭടാനന്ദ ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? നോട്ട് കറക്റ്റ്. സോ ഓപ്ഷൻ 2 തെറ്റാണ്. ഓപ്ഷൻ 2 മാത്രമാണ് തെറ്റ്. സ്വാഭാവികമായും ഉത്തരം ബിയിലേക്ക് പോകും. നമുക്ക് നോക്കാം. ശരിയാണ്, ബി തന്നെയാണ് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. നോക്കേ, ഒരു കൊട്ടാണ്. നോക്കേ, വൈക്കം സത്യാഗ്രഹ ഇസ് എ മൂവ്മെന്റ് ടു പ്യൂരിഫൈ കാസ്റ്റ് ബൈ റിഡിലിംഗ് ഇറ്റ് ഓഫ് ഇറ്റ്സ് മോസ്റ്റ് pernicious result. ഒന്നുകൂടെ പറയാം. വൈക്കം സത്യാഗ്രഹ is a movement to purify caste by riddling it of its most pernicious result. Who said it? Who said this? അതായത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ പ്യൂരിഫൈ ചെയ്ത, അതായത് ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതിൽ, ജാതി വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു സംഭവമായിരുന്നു. അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് കേരളത്തിലെ ജാതി വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി, അതിനെ പ്യൂരിഫൈ ചെയ്തു എന്നുള്ളതാണ്. അതിനകത്തുണ്ടായിരുന്ന കറകളെ നീക്കം ചെയ്തു എന്ന് ആരഭിപ്രായപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇ വി രാമസ്വാമി നായ്ക്കർ അത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീനാരായണ ഗുരുവും വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം പോയിട്ടുണ്ട്. ലാലാ ലാൽ സിംഗ് പഞ്ചാബിൽ നിന്ന അകാലിദൾ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു. ഇവർ 4 പേരും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടന്നത് ഗാന്ധിജിയാണ്. ശരിയാണോ നോക്കാം? മഹാത്മാഗാന്ധിജി. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ലിറ്റററി വർക്ക് വാസ് or were written in the background of Malabar Rebellion? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട സാഹിത്യ വർക്ക് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദുരവസ്ഥ. അതും കൃത്യമായിട്ട് അറിയാം. കുമാരനാശന്റെ ദുരവസ്ഥ അത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രേമസംഗീതം, അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. പ്രേമസംഗീതം അതുമായി ബന്ധപ്പെട്ടതാണെന്നോ? പക്ഷെ സുന്ദരികളും സുന്ദരന്മാരും കൃത്യമായിട്ട് പറയാം അത് മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വിലാപം, അതും വരില്ല. ഉത്തരം സ്വാഭാവികമായും 1, 3 ആണ്. 1, 3 ഉത്തരത്തിൽ വരുന്നുണ്ടോ ഒന്ന് നോക്കാം. ശരിയാണ്, 1, 3 ഉത്തരത്തിൽ വരുന്നുണ്ട്. 1, 3 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കുമാരനാശാന്റെ കൃതികൾ എന്ന് പറയുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് നടക്കാം. കഴിഞ്ഞ HSA പരീക്ഷയിൽ ഏറ്റവും പാടുള്ളൊരു ചോദ്യമായിരുന്നു ഈ 6ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ കുട്ടികൾ വിഷമത്തോടെ ഓർക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ചോദ്യത്തിലേക്ക് നമുക്ക് നടക്കാം. With the adoption of the Constitution by the members of the Constituent Assembly on 26 November 1949, India became the largest democracy in the world. By this act of strength and will, Assembly members began what perhaps the greatest political venture since that originated in Philadelphia in 1787. Who said this? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് 1787 ഫിലാഡൽഫിയയുടെ അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന് ശേഷം ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മാനവിക മാറ്റമായിരുന്നു 1949 നവംബർ മാസം 26 ഇന്ത്യയുടെ ജനാധിപത്യ മതേതര ഭരണഘടന എന്ന് പറഞ്ഞ വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. ആന്റണി ഈഡൻ ഉണ്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉണ്ട്, റൊണാൾഡ് സീഗൽ ഉണ്ട്, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ഉണ്ട്. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ അണ്ടർ ആർട്ടിക്കിൾ 18 ഈസ് ഓർ ആർ കറക്റ്റ്? ആർട്ടിക്കിൾ 18 ബന്ധപ്പെട്ട്, അനുച്ഛേദം 18 ബന്ധപ്പെട്ട് താഴെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അത് 4ഉം പരിശോധിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ 1, no title not being a military or academic distinction shall be conferred by the state. അതായത് യാതൊരു തരത്തിലുള്ള പദവിയും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല, അത് മിലിറ്ററി അക്കാദമിക് ഒഴികെ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? അബോളിഷൻ ഓഫ് ടൈറ്റിൽ എക്സെപ്റ്റ് മിലിറ്ററി ആൻഡ് അക്കാദമിക്. ശരിയല്ലേ? ഇനി 2ാമത് നോക്കുക. നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൾ അക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ്. ഒരു വിദേശ രാജ്യത്ത് നിന്നും ഒരു പദവിയും ഒരു ഇന്ത്യക്കാരനും എന്ത് ചെയ്യരുത്? സ്വീകരിക്കരുത്. അങ്ങനെ ഒരു പദവി സ്വീകരിക്കാൻ കഴിയില്ല. ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്.
no person who is not a citizen of India shall, while he holds any office of profit or trust under the state, accept without consent of the president any title from any foreign state. അതായത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ആ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ടൈറ്റിൽ സ്വീകരിക്കണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൺസെന്റ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. സ്വീകരിക്കാൻ പാടില്ല, കൺസെന്റ് ഇല്ലാതെ സ്വീകരിക്കാൻ പാടില്ല, കൺസെന്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. No person holding any office of profit or trust under the state shall, without the consent of the president, accept any present emolument or office any kind of from under foreign state. ഒരു തരത്തിലും no person holding any office of profit or trust under the state shall, without the consent of the president. നേരത്തെ പറഞ്ഞ പോയിന്റിന് ഒന്നുകൂടി ഒരു പരിഷ്കരിച്ച രൂപമാണ്. എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുവാദമില്ലാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഓഫീസിന്റെ പദവി വഹിക്കുമ്പോൾ മറ്റൊരു രാജ്യത്ത്, മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിലൊക്കെ ഇലാബറേറ്റ് ആണ്, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സുകളിൽ പോകാം. ടൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു. ഈ 4 സ്റ്റേറ്റ്മെന്റുകളും ആർട്ടിക്കിൾ 18 എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ ക്ലോസുകളാണ്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 4 ടൈറ്റിലുകളും ആർട്ടിക്കിൾ 18ന്റെ ക്ലോസ് ആണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. സോ അങ്ങനെയാകുമ്പോൾ ഉത്തരം വരും all of the above ആണ് ഉത്തരം. all of the above ഉത്തരമായിട്ട് വരും. all of the above തന്നെയാണ് ഉത്തരം. ഓക്കെ, all of the above തന്നെയാണ് ഉത്തരം. ഓക്കെ, ഇനി നോക്കാം 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർട്ടിക്കിൾ കണക്ട് ചെയ്യുക, അതായത് മാച്ച് ദ ഫോളോവിംഗ് ആണ്. സോ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഏതാണ്? ആർട്ടിക്കിൾ 50 ആണോ, 42 ആണോ, 51 ആണോ, 44 ആണോ? നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51. അപ്പോൾ നമുക്ക് നോക്കാം. 1C ആണ് ആർട്ടിക്കിൾ 51. പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി കാംക്ഷിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അത് അണ്ടർ ആർട്ടിക്കിൾ 51 ആണ്. 2 യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് 2 ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ D തന്നെയാണ്, ഒരു സംശയമില്ല, ആർട്ടിക്കിൾ 44 ആണ്. 3 ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്. അതായത് ഇവിടെ ഒരു വ്യക്തികളുടെയും തൊഴിൽ മേഖല, തൊഴിൽ ചെയ്യുന്നിടത്ത് അവർക്ക് എന്താണ് പറയുന്നത്, നല്ല നീതിയും സമത്വവും, മീൻസ് നല്ല സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. ഏതൊരു തൊഴിലിനും നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതൊരു മാർഗനിർദ്ദേശമാണ്. അത് ആർട്ടിക്കിൾ 42 ആണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും 3B വരും. 3B ആണ് വരുന്നത്. ഇനി 4ാമത്തെ നോക്കാം. 4ാമത്തെ എന്തുവാ? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ആർട്ടിക്കിൾ 50. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ആർട്ടിക്കിൾ 50. അങ്ങനെയാണോ സ്റ്റേറ്റ്മെന്റിൽ ഉത്തരങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ശരി തന്നെയാണ്. ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. ഓക്കെ, അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. 9ാമത്തെ നോക്കാം. ത്രൂ ദ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് വിച്ച് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാൻ ബി അമെൻമെന്റ്. എന്താണ് ഈ കൊടുത്തിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ച് അമെൻഡ് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന്. അതായത് സിമ്പിൾ മെജോറിറ്റി ആണ് ഇവിടെ പറയുന്നത്. എന്താണ് മെജോറിറ്റി എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ഇൻ 3 ways. 3 ways to amend the Indian constitution. First one simple majority, second one special majority, and the third one special majority plus on behalf of the state legislature. ഈ 3 തരത്തിലാണ് നമുക്ക് ഇന്ത്യയുടെ ഭരണഘടനയെ നമുക്ക് അമെൻഡ് ചെയ്യാൻ കഴിയുന്നത്. അതിൽ സിമ്പിൾ മെജോറിറ്റിയിലൂടെ അമെൻഡ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റിയിലൂടെ അമെൻഡ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അതിലൂടെയും അമെൻഡ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയിലൂടെ അമെൻഡ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ: 1 ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, 2 ആൾട്ടറേഷൻ ഓഫ് ബൗണ്ടറീസ് ആൻഡ് നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്. അതായത് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ സിമ്പിൾ മെജോറിറ്റി മതി. സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചിന്തിക്കുക 50+1 ആണ്. 50+1 ആണ്. അറ്റ് ദ പ്രസന്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ്, ഒരു ഹൗസിൽ എത്ര പേർ സന്നിഹിതരായിട്ടുണ്ട്, ആ സന്നിഹിതരായതിൽ നിന്നും പകുതിയിലൊന്ന് കൂടുതലാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. അത്രയും തന്നെ മതി ഒരു സംസ്ഥാനം രൂപീകരിക്കാനും ഒരു സംസ്ഥാനത്തിന്റെ ബൗണ്ടറി എക്സ്പാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ചുരുക്കാനും. സ്വാഭാവികമായും അത് തന്നെയാണോ ഉത്തരമെന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, 3 and 4, 3 and 4 തന്നെയാണ് ഉത്തരം. ഇനി നോക്കാം 10ാമത്തെ നോക്കാം. മാച്ച് ദ ഫോളോവിംഗ് ആണ്. എറിറ്റ്സും അതിന്റെ പർപ്പസുമാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഹേബിയസ് കോർപ്പസ് എന്താ? ടു പ്രൊഡ്യൂസ് ദ ഡീറ്റെയിൻഡ് പേഴ്സൺ അല്ലേ, ഒരാളെ. ടു ഹാവ് ദ ബോഡി
ഹാവ് ദ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. രണ്ടാമത് മാൻഡമസ് എന്താ, മര്യാദയ്ക്ക് ചെയ്തോണം. മാൻഡമസ് എന്ന് വെച്ചാൽ എന്താ, മര്യാദയ്ക്ക് ചെയ്തോണം. എന്താണ് മര്യാദയ്ക്ക് ചെയ്യണം എന്ന് പറയുന്നത്? ഓക്കെ, ടു എ പേഴ്സൺ പെർഫോം ഹിസ് ലീഗൽ ഡ്യൂട്ടി അല്ലെ, മര്യാദയ്ക്ക് ചെയ്തോണം, അതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇനി സെർഷ്യറി എന്ന് പറയുന്നത് എന്താ, റിമൂവൽ ഓഫ് എ സ്യൂട്ട് ഫ്രം ആൻ ഇൻഫീരിയർ കോർട്ട് ടു എ സുപ്പീരിയർ കോർട്ട്. ഒരു കീഴ്ക്കോടതിയിൽ നിന്നും ഒരു മേൽക്കോടതിയിലേക്ക് ഒരു കേസ് മാറ്റുന്നതിനെയാണ് സെർഷ്യറി എന്ന് പറയുന്നത്. എന്താണ് കോ വാറന്റ് എന്ന് പറയുന്നത്? ടു റീസ്ട്രെയിൻ എ പേഴ്സൺ ഫ്രം ആക്ടിങ് ഇൻ ആൻ ഓഫീസ് ടു വിച്ച് ഹി ഈസ് നോട്ട് എൻടൈറ്റിൽഡ്. അയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി ഒരു പൊതു തൊഴിൽ ചെയ്യുന്നതിനെ വിലക്കിക്കൊണ്ടാണ് കോ വാറന്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം ശരി ഉത്തരം എങ്ങനെയാണ് വരുന്നതെന്ന്. ശരി ഉത്തരം ശരിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് അല്ലേ. 1D 2C 3A 4B നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു.